നമ്മുടെ ക്ലിനിക്കുകളിലും ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ വളരെയധികം ആയി രോഗികൾ കടന്നു വരുന്ന ഒരു പ്രശ്നമാണ് മുട്ടുവേദന. കാൽ മുട്ടിന് അസഹനീയമായ വേദന, ഇരിക്കാൻ പറ്റുന്നില്ല, ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഒത്തിരി ദൂരം നടക്കാൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ പറ്റുന്നില്ല. ഇതെല്ലാം ആണ് ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യങ്ങൾ. ഞാൻ കീർത്തി ജയകുമാർ, ഫിസിയോതെറാപ്പിസ്റ്റ് അറ്റ് മാന ഹെൽത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഓസ്റ്റോ ആർത്രൈറ്റിസ് അഥവാ മുട്ട് തേയ്മാനം. മുട്ടിന് തേയ്മാന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടാതെ വേറെയും പലതരത്തിലുള്ള മുട്ടുവേദനകൾ വരാറുണ്ട്, തേയ്മാന സംബന്ധം അല്ലാതെ ഉള്ളത്. അതിൽ പല തരത്തിൽ വരുന്നത്, ഒന്ന് നമുക്ക് RA അല്ലെങ്കിൽ നമുക്ക് വാദസംബന്ധമായിട്ട് മുട്ടിന് വേദനകൾ വരാം. പിന്നെ ബർസൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ആണെങ്കിലും മുട്ടുവേദനയാണ് മെയിനായിട്ട് പേഷ്യൻ്റ് ആ കണ്ടീഷനിലും പറയുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മുട്ടിൻ്റെ ജോയിൻറ്റിൻ്റെ അവിടെ ഫ്ലൂയിഡ് ആയിട്ടുള്ള കളക്ഷൻ വരുന്ന ബർസ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിന് ഇൻഫ്ലമേഷൻ വരുമ്പോഴും കാലിൻ്റെ മുട്ടിനായിരിക്കും വേദന മെയിനായിട്ട് വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ പലതരം ലിഗമെൻറ്റുകൾ നമ്മുടെ മുട്ടിനെ അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. അതായത് മുട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഈ ലിഗമെൻറ്റ്സ് വരുന്നത്. ഈ ലിഗമെൻറ്റുകൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി, അതായത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും അപകടത്തിൻ്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നാലും പേഷ്യൻ്റ് നമ്മളോട് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് മുട്ടിന് വേദന, അല്ലെങ്കിൽ മുട്ടിന് ഫുൾ റേഞ്ച് കിട്ടുന്നില്ല, മടക്കാനും നിവർത്താനും പറ്റുന്നില്ല, സ്റ്റെപ്പ് കയറുമ്പോഴെല്ലാം അസഹനമായ ബുദ്ധിമുട്ട്, ഇതെല്ലാമാണ് മുട്ടിൻ്റെ തേയ്മാന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ നിന്നും അപ്പുറം മുട്ടുവേദന എന്ന് പറയുന്ന കണ്ടീഷൻസാണ് ഈ കണ്ടീഷൻസ് എല്ലാം. ഇതിൽ നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓസ്റ്റോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാന സംബന്ധമായിട്ടുള്ള മുട്ടുവേദനയെ പറ്റിയാണ്. അപ്പോൾ മുട്ടിൻ്റെ ഒരു സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതിൽ നമ്മുടെ തൊട എല്ലുണ്ട്, കാലിലേക്ക് വരുന്ന നമ്മുടെ 2 എല്ലുകളും. ഈ മുട്ടിൻ്റെ ആക്ഷൻ, അതായത് നമ്മൾ മുട്ട് മടക്കവും നിവർത്തും എല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മുട്ടിൻ്റെ താഴെ ഒരു പാളി പോലെയുള്ള ഒരു സാധനമുണ്ട്. അതാണ് നമ്മുടെ കാർട്ടിലേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തരുണാസ്ഥി എന്ന് പറയും. ഇത് നമുക്ക് മുട്ടിന് ഒരു ഷോക്ക് അബ്സോർബർ, അതായത് ഒരു കുഷനായിട്ട് ആക്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലക്രമേണ ഓവർ സ്ട്രെയിൻ, അതായത് കുറേ സമയം നമ്മൾ നിന്നുകൊണ്ട് ജോലി ചെയ്യുക, സ്റ്റെപ്പ് കയറി ഇറങ്ങുക, കണ്ടിന്യൂസ് സ്റ്റാൻഡിങ്ങിൽ വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളിൽ കുറേശ്ശെ ഗ്രാജുവലി ഈ പാളി തേഞ്ഞു പോകും, ഈ കാർട്ടിലേജ് തേഞ്ഞു പോകും. ഈ കാർട്ടിലേജ് തേയുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതൊരു കുഷനായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് തേഞ്ഞു പോകുമ്പോൾ ഈ ബോൺസ് തമ്മിൽ റബ്ബ് ചെയ്ത് തുടങ്ങും. ഈ എല്ലിൻ്റെ ലോവർ എൻഡും ഇതിൻ്റെ അപ്പർ എൻഡും കൂടി റബ്ബ് ചെയ്യും. അപ്പോൾ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ നമ്മുടെ ഈ മുട്ടിൻ്റെ താഴെയുള്ള ഈ പാളി, അതായത് ഈ കാർട്ടിലേജ് എന്ന് പറയുന്ന പാളി തേഞ്ഞു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബോൺസ് തമ്മിൽ റബ്ബ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോൺസിൻ്റെ റബ്ബിങ് വരുമ്പോൾ കാലിൻ്റെ മുട്ട് മടക്കുമ്പോൾ രോഗി പ്രധാനമായിട്ട് പറയുന്നൊരു ലക്ഷണം എന്ന് പറയുന്നത് ക്രെപ്പിറ്റസ്, ഒരു ശബ്ദം കേൾക്കും. മുട്ട് മടക്കം നിവൃത്തം ചെയ്യുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു ശബ്ദം കേൾക്കുക, അതായിരിക്കും പ്രധാനമായിട്ടും പറയുന്നത്. ഇനി ആരെല്ലാമാണ് നമുക്ക് ഓസ്റ്റോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ മുട്ട് തേയ്മാനം ഉണ്ടാകുന്നതെന്ന് പറയാം. ആദ്യമായി ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണമുള്ള ആളുകളിൽ നമുക്ക് സെക്കൻഡറി ആയിട്ട് ഓസ്റ്റോ ആർത്രൈറ്റിസ്, കാരണം ശരീരത്തിൻ്റെ ഭാഗം മുട്ടിൽ മുട്ട് താങ്ങുന്ന ഒരു കണ്ടീഷൻ സെക്കൻഡറി ആയിട്ട് വരുമ്പോൾ നമുക്ക് അമിതവണ്ണം ഓസ്റ്റോ ആർത്രൈറ്റിസിന് ഒരു കാരണമാണ്. പിന്നെ എന്തെങ്കിലും ഇഞ്ചുറി അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ടും സെക്കൻഡറി ആയിട്ട് ഓസ്റ്റോ ആർത്രൈറ്റിസ് വരാം. പിന്നെ ഫാമിലി ഹിസ്റ്ററി, പാരമ്പര്യമായിട്ടും മുട്ട് തേയ്മാനം കുറേ ആളുകളിൽ കണ്ടുവരാറുണ്ട്. പിന്നെ വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം കോമ്പിനേഷനായിട്ടും മുട്ടിന് തേയ്മാനം സംഭവിക്കുന്നതായിരിക്കും. ഇനി രോഗി മുട്ട് തേയ്മാനമായി നമ്മളെ കാണാൻ വരുമ്പോൾ പ്രധാനമായിട്ട് പറയുന്ന ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് അസഹനീയമായ മുട്ടിന് അസഹനീയമായ വേദന, മുട്ടിന് ചുറ്റും നമ്മൾ പരിശോധിക്കുമ്പോൾ മുട്ടിന് ചുറ്റും നല്ല നീരും ചുമന്നും എല്ലാം കിടക്കുന്നുണ്ടാവും. പിന്നെ കാലിൻ്റെ മുട്ട് മടക്കവും നിവർത്തവും അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രെപ്പിറ്റസ് എന്ന് പറയുന്ന ശബ്ദം ഉണ്ടായിരിക്കാം. പിന്നെ ഇതെല്ലാം നമുക്ക് പല സ്റ്റേജിൽ കൂടിയാണ് നമുക്ക് ഈ ലക്ഷണങ്ങൾ ശരിക്കും പറയാൻ പറ്റുള്ളൂ. അതായത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ 4 സ്റ്റേജുകൾ പറയണം. അതായത് ഗ്രേഡ് 0, ഗ്രേഡ് 1, 2, 3, 4 അങ്ങനെ 5 സ്റ്റേജുകളിലായിട്ടാണ് വരുന്നത്. ഗ്രേഡ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലാണ്. അതിൻ്റെ മുട്ടിൽ ഒരുവിധ ഡീജനറേറ്റീവ് ചേഞ്ച്, തേയ്മാന സംബന്ധമായിട്ടുള്ള ഒരു ചേഞ്ചസും കാര്യം ഉണ്ടാവില്ല. ഒരു നോർമൽ എക്സ്റേ ആയിരിക്കും ഗ്രേഡ് 0 എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ്. ഗ്രേഡ് 1ഉം 2 എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈൽഡായിട്ടുള്ള OA ആണ്. അതായത് കുറച്ച് ഇൻഫ്ലമേറ്ററി ചേഞ്ചസും ഡീജനറേഷൻ ആയിട്ടുള്ള കുറച്ച് തേയ്മാന കാര്യങ്ങളെല്ലാം മുട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റും. പിന്നെ കുറച്ച് ബോൺസ് പേഴ്സ് പോലെ, കുറച്ച് ഡെപ്പോസിഷൻ പോലെ മുട്ടിന് അറൗണ്ട് ഉണ്ടാവും. മൈൽഡ് ആയിട്ടുള്ള സ്റ്റേജ് 1ഉം സ്റ്റേജ് 2, അതായത് ഗ്രേഡ് 1ഉം ഗ്രേഡ് 2ലും. ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ ഇത്രയും കൂടി
ഒരു ഹയർ ലെവലായി, മോഡറേറ്റ് ലെവലിലുള്ള തേയ്മാനമായി. ഇനി ഗ്രേഡ് 1ഉം 2ലും നമുക്കിത് തേഞ്ഞു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 2 എല്ലുകളുടെ ഇടയിലുള്ള സ്പേസ് നാരോ ആവുകയാണ് ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ അത് ഇത്രയും കൂടി മോഡറേറ്റ് സ്റ്റേജായി, സ്പേസ് ഇത്രയും കൂടി ഇൻക്രീസ് ആവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതും കൂടി ചേരുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും ഗ്രേഡ് 3 വരുമ്പോൾ. ഗ്രേഡ് 4 വരുമ്പോൾ സിവിയർ ഓയാണ്, അതായത് സിവിയർ ഓസ്റ്റോ ആർത്രൈറ്റിസിൽ എന്ന് പറയുന്നത് രോഗിക്ക് ഒരു കാരണവശാലും വേദന ബെയർ ചെയ്യാനേ പറ്റില്ല, അസഹനീയമായ വേദനയായിരിക്കും. കാൽമുട്ടുകൾ രണ്ടും വളഞ്ഞ പോലെ ഒരു ഡീഫോമിറ്റിയിലേക്ക് പോയിട്ടുണ്ടാകും, വാൽഗസ് അല്ലെങ്കിൽ വാരസ് ഡീഫോമിറ്റി പോലെ. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞു വരാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ മുട്ടുപോകും. ഇതാണ് നമുക്കൊരു 5 സ്റ്റേജ് തേയ്മാനത്തിൻ്റെ വരുന്നത്. ഗ്രേഡ് 1ഉം 2ഉം മൈൽഡ് ചേഞ്ചസ് മാത്രമേ നമുക്ക് എക്സ്റേയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രേഡ് 3, ഗ്രേഡ് 4ലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് സിവിയർ ആയിട്ടുള്ള ഡീജനറേഷൻ സംഭവിച്ചേക്കെന്ന് പറയാൻ പറ്റും. നല്ല ബോൺ സ്പെറിൻ്റെ ഡെപ്പോസിഷൻ ഇവിടെ വരും. കാല് വളഞ്ഞേക്കുന്നത് നമുക്ക് നല്ലപോലെ എക്സ്റേയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതാണ് മുട്ട് തേയ്മാനത്തിൻ്റെ 5 സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുട്ട് തേയ്മാനമായിട്ട് രോഗി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്കിതിൽ പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് പ്ലാൻ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. ഇനീഷ്യലായിട്ടുള്ള മൈൽഡ് സ്റ്റേജ്, അതായത് സ്റ്റേജ് 1ഉം ഗ്രേഡ് 1ഉം ഗ്രേഡ് 2ലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയെ സംബന്ധിച്ചോളം വലിയ ലക്ഷണങ്ങളൊന്നും അവിടെ കാണാൻ സാധിക്കില്ല. കാരണം വെച്ചാൽ ഒരു ചെറിയ വേദനയുണ്ട്, കുറച്ചൊരു നീരുണ്ട്, കാല് മുട്ടും മടക്കും നിവർത്തും ചെയ്യുമ്പോൾ കുറച്ചൊരു വേദന, പക്ഷെ അത് കണ്ടിന്യൂസ് ഇല്ല. ചില സമയത്ത് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മാത്രമേ പെയിൻ അഗ്രവേറ്റ് ആവുന്നുള്ളൂ. അതൊക്കെ ആയിരിക്കും മെയിനായിട്ട് രോഗി നമ്മളോട് പരാമർശിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് വളരെയധികം എഫക്റ്റീവായിട്ട് നമുക്ക് ആ ഒരു സ്റ്റേജിൽ കൊടുക്കാം. നമുക്ക് ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസ് ഉണ്ട്, പെയിൻ റിലീവ് ചെയ്യുന്ന മൊഡാലിറ്റീസ്, അൾട്രാസൗണ്ട്, IFT, ടെൻസ് മുതലായതെല്ലാം നമുക്ക് മുട്ടിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുവഴി നമുക്ക് വേദനയും നീർക്കെട്ടൊക്കെ കുറയ്ക്കാം. ഈ സിംറ്റംസ് കുറഞ്ഞു കഴിയുമ്പോൾ ഗ്രാജുവലി പേഷ്യൻറ്റിന് നമുക്ക് നീ സ്ട്രെങ്തനിങ് എക്സസൈസ് പ്രോഗ്രാം പറഞ്ഞു കൊടുക്കാം. ഒരു ഇനീഷ്യൽ ലെവൽ 1ലുള്ള എക്സസൈസിൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് അധികമായിട്ട് വരുന്നു കഴിയുമ്പോൾ പെയിനും ഇൻഫ്ലമേഷനും കുറഞ്ഞു കഴിയുമ്പോൾ റെസിസ്റ്റൻസ് ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. ഇതെല്ലാം നമുക്കൊരു മൈൽഡ് സ്റ്റേജ്, അതായത് ഞാൻ പറഞ്ഞ സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ലുമാണ് നമുക്ക് ഈ ഒരു പ്രോട്ടോകോൾ പ്രകാരം പോകാൻ പറ്റുള്ളൂ. സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ ഇത്രയും കൂടി മോഡറേറ്റ് ആയിട്ടുള്ള OA ആയി എന്ന് ഞാൻ പറഞ്ഞു. ഗ്രേഡ് 4 എന്ന് പറഞ്ഞപ്പോൾ ഡിഫോമിറ്റിയിലേക്ക് പോകുന്ന ഒരു സ്റ്റേജായി, കാലിൻ്റെ മുട്ട വളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്റ്റേജായി. ഇതിലും പേഷ്യൻറ്റിന് പെയിനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും കൂടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കൂടുതലായിരിക്കും. കാരണം കണ്ടിന്യൂസ് കുറേ നേരം നിൽക്കാൻ തന്നെ പേഷ്യൻറ്റ് ബുദ്ധിമുട്ടായിരിക്കും. കാലെടുത്ത് വെച്ച് നടക്കുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. പിന്നെ മുട്ട് മടക്കും നിവർത്തും ചെയ്യുമ്പോൾ ഒരു സൈസ് ശബ്ദം അതിൻ്റെ അകത്തുനിന്ന് മുട്ടിൽ നിന്ന് കേൾക്കുന്നത് പോലെ ഉണ്ടാവും. അങ്ങനെ കുറേ കൂടുതൽ ക്രോണിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും സ്റ്റേജ് 3യും സ്റ്റേജ് 4ലും പേഷ്യൻറ്റ് നമ്മളോട് പറയുന്നത്. ഇനീഷ്യലി നമുക്ക് പെയിൻ റിലീവിങ് മൊഡാലിറ്റീസ് എല്ലാം കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നല്ലൊരു റീഹാബും എക്സസൈസ് പ്രോഗ്രാമും കാര്യങ്ങളായിട്ടൊക്കെ തന്നെ നമുക്ക് പോവാം. ഇപ്പം നമുക്ക് മുട്ട് തേയ്മാനത്തിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അത്യാധുനിക നൂതന സംവിധാനമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്കുണ്ട്, PCRT എന്ന് പറയുന്നത്, പൾസ്ഡ് സെൽ റിപ്പയർ തെറാപ്പി. പൾസ്ഡ് സെൽ റിപ്പയർ തെറാപ്പിയിൽ ഞാൻ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, അതായത് ഒരു കാന്തിക ശക്തിയുടെ അടിസ്ഥാനത്തിൽ മുട്ടിൽ ചേഞ്ചസ് വരുത്താനാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഞാൻ ഈ പറഞ്ഞ മുട്ടിൻ്റെ സ്ട്രക്ചറിൽ ഈ പാളിയാണ് ഈ തേഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരു വട്ടം ഈ കാർട്ടിലേജ് അല്ലെങ്കിൽ ഈ തരുണാസ്ഥി തേഞ്ഞു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേഞ്ഞു പോയതാണ്, നമുക്കതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ഇതിലപ്പുറം ഇതിനെ ഫുള്ളും സപ്പോർട്ട് ചെയ്യുന്ന ബാക്കി ഭാഗമായിട്ടുള്ള കാർട്ടിലേജസ് ഉണ്ട്. അത് ഈ മുട്ടിൻ്റെ താഴെ അഡ്ജോയിൻ ആയിട്ട് ഇരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിന് കൂടുതൽ നമ്മൾ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ PCRT എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മൾ പേഷ്യൻസിനോട് പറയുന്നത്. അപ്പോൾ ഇതിൽ 12 ദിവസം പേഷ്യൻ്റ് മുട്ടിൻ്റെ PCRT ട്രീറ്റ്മെൻറ്റ് എടുക്കണം. നീ എക്സ്പോസ് ചെയ്ത് ഈ PCRT മെഷീനിൽ കിടക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കാന്തിക ശക്തിയുടെ ഫലമായിട്ട് ഈ ജോയിൻറ്റിൽ, അതായത് ഈ മുട്ടിൻ്റെ ജോയിൻറ്റിൽ മസിൽസിലും ലിഗമെൻസിലും അറ്റാച്ചിങ് സ്ട്രക്ചേഴ്സിലെല്ലാം ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ പ്രക്രിയ കൊണ്ട് ചേഞ്ചസ് വരുത്തുകയാണ് ചെയ്യുന്നത്. ഗ്രാജുവലി സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു ദിവസമോ 2 ദിവസം കൊണ്ടല്ല. നമുക്ക് PCRTയുടെ എഫക്റ്റ് മുട്ടിന് കിട്ടിയതറിയാൻ ഒരു 6 ആഴ്ചത്തോളം കാലം എടുക്കും. അപ്പോൾ ഈ സമയം PCRT എടുക്കുന്ന സമയത്ത് നമ്മൾ രോഗിയോട് അഡ്വൈസ് ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും നീയെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടില്ല. അതായത് ഒത്തിരി നേരം സ്റ്റെപ്പ് കയറി ഇറങ്ങുക, കുത്തനെ കയറ്റം കയറി ഇറങ്ങി നടക്കുക, ഒത്തിരി നേരം കണ്ടിന്യൂസ് സിറ്റിംഗ് സ്റ്റാൻഡിങ്, ഇരുന്നിട്ട് എഴുന്നേക്കാൻ ശ്രമിക്കുക. അങ്ങനെ നീ ഡിസ്റ്റർബ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, മുട്ടിന്
ഡിസ്റ്റർബ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒന്നും. കാരണം വെച്ചാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിട്ടുള്ള ഈ കാന്തിക ശക്തിയുടെ ഫലം നമുക്ക് ആ മുട്ടിന് കിട്ടണം. ആ സമയത്ത് മുട്ടിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എന്നുള്ളതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് അല്ല, കുറച്ച് സ്ട്രെയിൻ ചെയ്യുന്ന ആക്ടിവിറ്റീസും നമ്മൾ പേഷ്യൻറ്റിനോട് അവോയ്ഡ് ചെയ്യാൻ പറയും. 6 വീക്സ് കാലഘട്ടം എടുക്കും നമുക്ക് ഈ മുട്ട് തേയ്മാനത്തിൻ്റെ ചേഞ്ചസ് എത്രത്തോളം നമുക്ക് മാറ്റവും കാര്യങ്ങളൊക്കെ പേഷ്യൻ്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു എന്നറിയാൻ. അത് കഴിഞ്ഞ് നമുക്ക് 3 വീക്സും 6 വീക്സിലെല്ലാം ഫോളോ അപ്പ് ആണ് PCRTയിൽ. 6 വീക്സിൻ്റെ ഫോളോ അപ്പ് വരുമ്പോഴാണ് നമ്മൾ ലെവൽ എക്സസൈസുകൾ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 എക്സസൈസുകൾ നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത്. PCRT പ്രോട്ടോകോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6 മന്താണ് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നോൺ സർജിക്കൽ എഫക്റ്റീവ് അപ്രോച്ചാണ്. അതായത് തേയ്മാനം കൂടുതലായിട്ടുള്ള സ്റ്റേജുകളിലേക്കൊക്കെ പോകുമ്പോൾ സർജറി ഓപ്ഷനാണ്, മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഓപ്ഷനുകളാണ്. അപ്പോൾ അത് താല്പര്യമില്ലാത്ത ആളുകൾക്ക് വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്, നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റാണ് PCRT എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു തരുന്ന അതായത് ഈ എക്സസൈസുകൾ, അതായത് നമ്മുടെ ഈ തേയ്മാനം കാർട്ടേജിന് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഈ മുട്ടിൻ്റെ സ്ട്രക്ചറിനെ അറ്റാച്ച് ചെയ്ത് കുറേ ലിഗമെൻസും മസിൽസും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ തേയ്മാനം സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിനെല്ലാം തന്നെ ക്ഷയം സംഭവിക്കും. അപ്പോൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസ് പ്രോഗ്രാമും കോമ്പിനേഷൻ, അതായത് റീഹാബിലിറ്റേഷൻ്റെ ഒപ്പം ഈ എക്സസൈസ് പ്രോഗ്രാമിൻ്റെ ഒപ്പം ഈ PCRTയും കൂടെ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മുട്ട് തേയ്മാനത്തിന് നമുക്ക് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു റേറ്റാണ് ഇപ്പോൾ നമ്മുടെ പേഷ്യൻസിന് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നല്ലൊരു എക്സാമിനേഷനും അഡ്വൈസ് പ്രകാരം ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ ഈ മുട്ട് തേയ്മാനം നമുക്ക് സംഭവിക്കാതിരിക്കാൻ നമുക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കാവുന്നതാണ്. അടിസ്ഥാന കാരണം ഇത് സംഭവിക്കുന്നത് സെക്കൻഡറി ചേഞ്ചസ് ആയിട്ട് അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ലിവിങ് സ്റ്റൈൽ അതെന്തായാലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡയറ്റ് നല്ലപോലെ കൺട്രോൾ ചെയ്യുക, ഒരുപാട് ഫാറ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഫുഡും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുക, നമ്മുടെ BMI മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക, ബോഡി മാസ് ഇൻഡെക്സ്. പിന്നെ ഡെഫിനറ്റ്ലി മുട്ടിന് തേയ്മാനവും കാര്യങ്ങളൊക്കെ വരുന്ന കഴിയുമ്പോൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന മുട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് രോഗിക്ക് വളരെയധികം പരിമിതികളുണ്ട്. കാരണം മുട്ടിന് ഓൾറെഡി തേയ്മാനമാണല്ലോ. അപ്പോൾ ഒത്തിരി ട്രെഡ്മിൽ വാക്കിംഗ്, പിന്നെ ദൂര യാത്രകൾ, അങ്ങനെ കുറച്ച് ഡിസ്റ്റൻസ് എല്ലാം നടക്കാം, അതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ വെയിറ്റ് റിഡക്ഷനാണ് മെയിനായിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നല്ലപോലെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് സ്വീകരിക്കുക, വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കാലിൻ്റെ മുട്ടിലേക്കുള്ള ഫോഴ്സ് കൂടുന്നത് നമുക്കതുകൊണ്ട് വളരെയധികം കുറയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് സപ്ലിമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഈ തേയ്മാനം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കാൽസ്യത്തിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടാവാം. മുട്ടിലാണെങ്കിലും വൈറ്റമിൻ D, കാൽസ്യം ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ വരും. അതിന് നമുക്ക് നല്ലൊരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പോലും നമുക്ക് നല്ല സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും, പിന്നെ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും കാൽസ്യം റിച്ച് ആയിട്ടും വൈറ്റമിൻ D റിച്ച് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് സപ്ലിമെൻറ്റ്സിൽ കൂട്ടാവുന്നതാണ്. ഇതെല്ലാമാണ് നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാരണങ്ങൾ. ഇനി PCRT ട്രീറ്റ്മെൻറ്റിന് നല്ലൊരു ഓപ്ഷനാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് ഞാൻ ഇനിയും തിരിച്ചു വരുന്നതായിരിക്കും. ഞാൻ കീർത്തി ജയകുമാർ, കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് അറ്റ് മാന ഹെൽത്ത്.